നയനാർ സാറിനെ എന്ന് പറഞ്ഞാൽ നയനാർ സാറിൻ്റെ ഒരു വലിയ പ്രത്യേകത, എനിക്ക് വളരെ ചെറിയ, അന്ന് നമ്മൾ വളരെ ജൂനിയർ ആണല്ലോ, അപ്പം വല്ല 6 മാസത്തിൽ ഒരിക്കലെങ്ങാനും കാണൽ മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. ആൻഡ് ദർ ഇസ് നത്തിങ് ടു ബ്രീഫ് ഹിം ഇൻ ദാറ്റ് സെൻസ്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ അദ്ദേഹത്തിൻ്റെ രീതി വെച്ചാൽ ഹൈലി ഇൻഫോർമൽ ആൻഡ് സർക്കാസ്റ്റിക് ആൻഡ് നൈസാണ്. അപ്പം ചക്കൂത്ത് രാമേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. ഹി യൂസ് ടു ബി ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ. ചക്കൂത്ത് സാർ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ CS കണ്ട അതേ ആഴ്ചയിൽ CM കാണാനായിട്ട് വിളിച്ചു. അപ്പോൾ അതേ ഹീ ഈസ് നോട്ട് ഇൻ ഹിസ് ബെസ്റ്റ് ഓഫ് മൂഡ്. ഒരു അതല്ലേ എന്തോ ഗതികേട്ടൻ എല്ലാവരെയും ദുർഭം കണ്ടിട്ടാണ് സർവീസ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറ്റി, ഞാനും ബാച്ച്മേറ്റും അടുത്ത് നിന്ന്. അപ്പോൾ ചക്കൂത്ത് ആരോ പറഞ്ഞ് പുതുതായിട്ട് വന്ന അസിസ്റ്റന്റ് കളക്ടർമാർ, ഓ സബ് കളക്ടറോ, ഇതാണ് ആ ചോദ്യം. ഇയാൾ എന്താ തുക്കടി സാഹിബാണോ എന്നെ കാണാൻ പാട്ടില്ല. ബട്ട് വി റിയലി എൻജോയ്ഡ്. ഹി വാസ് ഗുഡ് ടു. പിന്നെ മീറ്റിങ്സിലെല്ലാം തന്നെ വെരി അരിശം വന്നാൽ പോലും അതിനൊരു ഹി വാസ് വെരി ഒരു ഈസി ടു ഗോ ആൻഡ് വർക്ക് വിത്ത് ഇൻ ദാറ്റ് സെൻസ്. എല്ലാവരോടും ചീഫ് സെക്രട്ടറിയും സീനിയർ സെക്രട്ടറിമാരെ എടാന്ന് വിളിക്കുന്ന ഒരു വേറെ CM ഞാൻ കണ്ടിട്ടില്ല. ഹി ക്യാൻ ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കുറച്ച് നേരം കഴിയുമ്പോൾ എവരിബഡി ടുക്ക് ഇറ്റ് സ്പോർട്ടിംഗ്ലി. ഹി വാസ് ലൈക്ക് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സിസ്റ്റം. പുള്ളി രാമേന്ദ്രനോട് പറയാം, കുറേ ഒബ്ജക്ഷനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും, ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി രാമേന്ദ്രൻ എന്നുള്ള പേര് പറയുന്നുള്ളൂ, നോട്ട് ചക്കൂത്ത്. എടാ രാമേന്ദ്രൻ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ നിന്നോട് ചേരെ പറയുന്നങ്ങ് ചെയ്താൽ പോരെ, നീ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തർക്കിക്കുന്നു, ഈ ലെവലിൽ പോയാൽ നോബഡി മൈൻഡഡ്. ദെൻ കെയിം ആൻ്റണി. ഐ ബിലീവ് ആൻ്റണി സാർ വെച്ചാൽ ഭയങ്കര സോബർ ആൻഡ് സൂപ്പർ സോബറാണ്. സോ യു കനോട്ട് ഹാവ് എ ഫ്ലിപ്പൻ മോമെൻറ്റ്. ചിരിച്ചു കിട്ടിയാൽ വലുതെന്നുള്ളേ ഉള്ളൂ. ഇൻവേരിയബ്ലി ഹി ഗേവ് ഓൾ ഓഫ് എസ് എ കപ്പ് ഓഫ് ബ്ലാക്ക് ടീ. ബട്ട് കൂടുതലായിട്ടൊന്നും എനിക്കിപ്പോഴും ഓർമ്മയുള്ളൂ. ആൻ്റണി സാർ വന്നപ്പോൾ വലിയ സമരം നടന്നൊരു 55 ഡേ സ്ട്രൈക്ക് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അന്നേരം ഞാൻ കൊല്ലത്ത് സ്റ്റക്കായിപ്പോയി സബ് കളക്ടറായിട്ട്. അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ആ ജനുവരി 1 നടന്നില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ സമരക്കാരോട് ഫൈറ്റ് ചെയ്യുവാണ്, ബഹളമൊക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് വെച്ച് ട്രിവാൻഡ്രത്ത് വന്നു. ഞാനിവിടെ ജലനിധി PD ആയിരിക്കുമ്പോൾ പ്രൊമോഷൻ നടത്തിയത് എനിക്ക് 4 മാസം കണ്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പുള്ളി പ്രൊസ്പെക്റ്റീവ് ഡേറ്റിൽ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ശുപാർശ ഞാൻ ചെന്ന് പറഞ്ഞ്, എനിക്ക് ജനുവരി 1 കിട്ടേണ്ടതാണ്, ഞാൻ ഇതെല്ലാം ഞാൻ പറയുമ്പോഴെല്ലാം കേൾക്കും, 1-ാം തീയതി തരേണ്ടതായിരുന്നു. ഇതുപോലെ പറഞ്ഞു, സർക്കാരിൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, ഇത് പറയാൻ ഒക്കത്തില്ല, എനിക്ക് എൻ്റെ ബാച്ച്മേറ്റ് എല്ലാം 1-ാം തീയതി പ്രൊമോഷൻ വാങ്ങിച്ചു, അത് തരികയില്ല. 4 വട്ടം കണ്ടപ്പോഴും എനിക്ക് 4 കട്ടൻ ചായ കിട്ടി. ഇല്ല. ബട്ട് ഓഫ് കോഴ്സ് പിന്നെ ഉമ്മൻചാണ്ടി സാറ് വന്നു, പിന്നെ പിണറായി സാറ്. VS ഞാൻ മിസ് ചെയ്തു. പ്രൊമോഷൻ തന്നു, അത് ആ ഡേറ്റ് മാത്രം. ഈ ഡിഡ് നോട്ട് അഡ്ജസ്റ്റ് ദ ഡേറ്റ്, ഇറ്റ് കുഡ് നോട്ട് ഹാപ്പൻ. ഐ ലോസ്റ്റ് മൈ പേഴ്സൺ. ആ ഡ്യൂ ഡേറ്റ് കിട്ടിയില്ല. അതെന്താണെന്ന് വെച്ചാൽ സമരം ആയതുകൊണ്ട് ഇവിടെ ഒന്നും നടന്നില്ലല്ലോ. അതിൻ്റെ പെനാൽറ്റി എന്നെ കൊണ്ട് അടപ്പിച്ചു. ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു, ഞാൻ ഈ 4 മാസം സാറിന് വേണ്ടിയിട്ട് പിന്നെ സമരക്കാരെ നേരിട്ടും പിന്നെ സ്വന്തം ജീവനക്കാരെ എതിരാക്കി ഈ സമരം കൺട്രോൾ ചെയ്യാൻ നടക്കിയ അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ പ്രൊമോഷനില്ല. ആരെ പോയി. VS ഞാൻ ലാർജ്ലി VS ഞാൻ മിസ് ചെയ്തു, ബിക്കോസ് ഐ വാസ് in Government of India at that time. But VS appointed me as Vice Chancellor. VS വൈസ് ചാൻസലറിൻ്റെ ചാർജ് എടുത്തിട്ട് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ടൊന്നും അറിഞ്ഞൂടാ. ഐ ബിലീവ് C. Divakaran had a role there and he was instrumental in making the choice. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. I thought I will have a long discussion. But he was in some sort of അസംബ്ലിയിൽ വെച്ചാണ് കണ്ടത്. But I thought I'll discuss the progress of the university with him, what he wants. I wanted to ask him, what now that you have formed the university. അപ്പോൾ അടുത്തു നിന്ന് ആൾക്കാർ എന്നെ പരിചയപ്പെടുത്തി, ഇതാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഡൽഹി പോകാനുള്ള തിരക്കിലാണ്, നമുക്ക് പിന്നെ കാണാം. എന്നിട്ട് ഇങ്ങനെ തൊഴുത് ആ മീറ്റിംഗ് അങ്ങനെ അങ്ങ് തീർന്നു. അപ്പോൾ പിന്നീട് അത് നടന്നുമില്ല. ലോങ് മീറ്റിംഗ് വിത്ത് ഹിം ജസ്റ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പിന്നെ ഉമ്മൻചാണ്ടി സാറും പിണറായിയും വന്നു. വെരി സ്പെഷ്യൽ പീപ്പിൾ, വെരി 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 ഫാസ്റ്റ് പീപ്പിൾ. ബട്ട് ഐ വുഡ് തിങ്ക് ദാറ്റ് ഉമ്മൻചാണ്ടി സാർ ഒരു ഫാസ്റ്റ് എക്സിക്യൂട്ടർ ആൻഡ് സോർട്ട് ഓഫ് യു ക്യാൻ ഹാവ് അൺഹിഞ്ച്ഡ് ആക്സസ്. പിണറായി സാർ കുറേ കൂടെ റെഗുലേറ്റഡ് സ്ട്രക്ചേർഡ് മാൻ ഹു വുഡ് പ്രിഫർ ഓർഡർ. ഇപ്പോൾ ഇവരുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹി വുഡ് കെയർ ഫോർ ദി ഓർഡർ ഓഫ് സ്പീച്ച്. With the other man you could interject and മാത്രമല്ല, പക്ഷേ എനിക്കറിയില്ല, ബിക്കോസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ സ്റ്റൈൽ അറിയാലോ. ബട്ട് വൺ ഓഫ് ദി തിങ്സ് ഈസ് എ ഗ്രേറ്റ് പീപ്പിൾസ് മാൻ. അപ്പം
നിങ്ങളീ പറഞ്ഞ മോദി ആർട്ടിക്കിളും ഒക്കെ എഴുതി ഞാൻ അലമ്പുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ വയനാട് നിന്ന് വന്നിട്ട് പുള്ളിയുടെ മുറിയിൽ സംസാരിക്കാനായിട്ട് കയറും. അപ്പം ഹിസ് പാർലർ ടോട്ടൽ ഡിസോർഡർ ആൻഡ് ഹീസ് റൈറ്റിംഗ് സംതിങ് ഓൺ ദ ബോർഡ്. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ എഴുതി അതൊക്കെ ഇട്ടിട്ടാണ് ഇച്ചിരി കടന്നുപോയി കേട്ടോ, ഇച്ചിരി കടന്നു. ബട്ട് ദിസ് വാസ് ദ ബിഗ്ഗസ്റ്റ് ക്രിറ്റിസിസം ഹി വുഡ് ലെവൽ. വേറൊരാളാണെങ്കിൽ പറയും ശരിപ്പെടുത്താൻ പോകണമെന്ന് പറയും. ആ സാധനം ചെയ്തിട്ട് നിൽക്കുമ്പം കുറച്ച് കടന്നുപോയി കേട്ടോ, കുറച്ച് കടന്നുപോയി അത് പറയും. അപ്പോൾ വിച്ച് വാസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഹി വുഡ് ഓഫർ എന്ന് വെച്ച് കേൾക്കണം. അതാണ് ആ മനുഷ്യൻ്റെ ഒരു നൈസിറ്റി. നോട്ട് ദാറ്റ് ഐ എം എ ഫാൻ ഓഫ് ഹിസ്. സോ ഹി ഹാസ് ഹിസ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പുള്ളിക്ക് മനസ്താപം വരും. എന്നിട്ട് അടുത്ത വട്ടം നമ്മൾ മനോരമയിൽ ഒരു ചെറിയൊരു പീസ് എന്തെങ്കിലും എഴുതിയെന്ന് വെച്ചോ, 7:30 മണിക്ക് എന്നെ വീട്ടിൽ വിളിക്കും. ഇന്ന് എഴുതിയതുണ്ടല്ലോ നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ക്യാൻ യു എക്സ്പെക്ട് ദാറ്റ് കേർട്സി? അത് വല്ലാത്തൊരു കേർട്സിയാണ്. നമ്മളെ അങ്ങ് എന്താ പറയുക, അങ്ങ് കൊന്നു കളയും, അതിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അതാണ് അത് വീസി ആയിട്ടിരിക്കുമ്പം എന്നെ വിളിക്കും, ഫോണിൽ വിളിക്കും, ഓരോ സ്മോൾ കോസസ് അത് ഇതൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, കേൾക്കേണ്ടതില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് കഴിയുമ്പോൾ നമ്മളങ്ങ് കമ്മിറ്റഡ് ആയിപ്പോവും. നമ്മൾ പറയും സാറ് കാര്യം പറയാം, അല്ല നിങ്ങൾ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ മുമ്പിൽ ഒരാൾ നിപ്പുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്താണ്, നോർമലി വി വുഡ് ഫീൽ ദാറ്റ് വി ഷുഡ് ട്രൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫോർ ഹിം. അപ്പോൾ അങ്ങനെ ഒരു മാനേജറാണ് പുള്ളി. ഐ വുഡ് സേ ദാറ്റ് പിണറായി സാറിന് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്. ഹി ഈസ് വെരി ഗുഡ് വിത്ത് ബിഗ് പ്രോജക്ട്സ്. So you want to do a very big thing, notwithstanding A, B, C, D's. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ലേ നാഷണൽ ഹൈവേയിൽ ചെയ്തിരിക്കുന്നത്. ഹീസ് സ്പെക്ടാക്കുലർ വർക്ക് വിത്ത് ബിഗ് പ്രോജക്ട്സ്. ഫോളോ അപ്പ് ടു കൊച്ചി മെട്രോ, ഫോളോ അപ്പ് ടു യുവർ കണ്ണൂർ എയർപോർട്ട്. കമേഴ്ഷ്യൽ സക്സസ് അല്ല, മനസ്സിലായി. ബട്ട് ഹി ഹാസ് റൺ ഇൻ ടു സം headwinds also. But Adani Port, he is വെരി ഗുഡ് ക്രൈസിസ് മാനേജർ, വെരി ഗുഡ് എക്സിക്യൂട്ടർ. എനിക്ക് ഏറ്റവും അടുത്ത എക്സ്പീരിയൻസ് വന്ന് പവറിലെ ഈ കുടാംകുളം പവർ ഹൈവേ, വിച്ച് ഇസ് സംതിങ് വിച്ച് ഉമ്മൻചാണ്ടി കനോട്ട് ഡു. അത് ഓരോരുത്തരും ചെന്ന് പറയുന്ന അനുസരിച്ചിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മനസ്തവിച്ചു പോകും. പക്ഷേ വിത്ത് എ പേഴ്സൺ ലൈക്ക് മിസ്റ്റർ പിണറായി വിജയൻ, കേരള ഗോട്ട് ദാറ്റ് പ്രോജക്റ്റ്. അത് അല്ല, അതിൽ ഒരുപാട് ഡിസൈസീവ് ടേൺസിൽ ഹി ഹാസ് ബീൻ വെരി ഗുഡ് ടു ദ സ്റ്റേറ്റ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ പവർ ഹൈവേ നമ്മൾ കുടാംകുളത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കൊച്ചി സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ ചെന്നപ്പോൾ ഒരു 4 ഏക്കർ പ്ലോട്ട് എതിരെ വന്നു. അയാൾ ഹൈക്കോടതിയിൽ പോയി KCB പവർ ഗ്രിഡ് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തെങ്കിലും ദി ഹൈക്കോർട്ട് സ്റ്റുഡ് വിത്ത് ദ മാൻ, വിച്ച് മെന്റ് ദാറ്റ് ആൻ അലൈൻമെൻറ്റ് ഓഫ് about 12 kilometers had to be taken around his plot. ഇതൊരു ഭയങ്കര കീറാമുട്ടിയായി. അങ്ങനെ പവർ ഗ്രിഡ് പല റൗണ്ട് മീറ്റിംഗ്സ് നടത്തി. ആൻഡ് ഈസ് വെരി വെൽ ടു ഡു ആൻഡ് ഈസ് എ ജ്വല്ലർ ഓർ സംതിങ് ഇൻ ദുബായ്. അപ്പോൾ അയാൾക്ക് പൈസ ഒന്നും പ്രശ്നമില്ല. അയാൾ പറയുന്നത് എനിക്കൊന്നും ചെയ്യണ്ട, ഇയാൾ പവർ എടുക്കണ്ട, എൻ്റെ പ്രോപ്പർട്ടി കൂടെ പോകണ്ട. അങ്ങനെ ഫൈറ്റ് ആയിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വി ഗോട്ട് സം പീപ്പിൾ ടു ടോക്ക് ടു ഹിം ആൻഡ് ഐ സെഡ് യു പ്ലീസ് കം. അപ്പോൾ അയാൾ എന്നെ കാണാൻ വരില്ലല്ലോ, ഇറ്റ്സ് എ മൾട്ടി മില്യണയർ. അപ്പോൾ അയാൾ പറഞ്ഞു വി വിൽ മേക്ക് യു മീറ്റ് വിത്ത് ദ ചീഫ് മിനിസ്റ്റർ. സോ ഇറ്റ് വാസ് ഇനഫ് ഇൻഡ്യൂസ്മെൻറ്റ്. അയാൾ വലിയ ആളായല്ലോ. സോ അപ്പോൾ ഞാൻ പിണറായി സാറിനെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറിനെ ഒന്ന് കാണാൻ സമ്മതിക്കുമെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റ് എനിക്ക് തീർക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ 10-40 കോടി നമുക്ക് നഷ്ടം വരും, ഇതെല്ലാം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിങ്ങിന് പ്രൈം ചെയ്ത് പാർട്ടി അവിടെ വന്നിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താണ് ഞാൻ പറയേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും മാത്രം പറഞ്ഞാൽ നിങ്ങളൊന്ന് സഹകരിക്കണം, അതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നല്ലത്. നമുക്ക് ഒരു വാക്കേ വേണ്ടൂ എന്ന് പറഞ്ഞു. ഹി ഒബ്ലൈജ്ഡ് ആൻഡ് ഐ നോ ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് വേർഡ്. അപ്പോൾ ഇയാൾ വന്നപ്പോൾ ഈ കോമ്പൻസേഷൻ മണിയെ പറ്റി വലിയ തർക്കമുണ്ടായി. ആൻഡ് ഹി സ്റ്റാർട്ടഡ് പിച്ചിങ് ഇറ്റ് വെരി ഹൈ. അപ്പം ഞാൻ പവർ ഗ്രിഡുമായിട്ടൊരു 25 lakhs വരെ എക്സസ് പേ ചെയ്യാനുള്ള ക്ലിയറൻസ് എടുത്തായിരുന്നു. ഈ വാണ്ടഡ് സംതിങ് ലൈക്ക് 50, 40, 30. ഒരു ദിവസം മുഴുവൻ എൻ്റെ ഓഫീസിൽ ഇരുന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ കുറേ മുമ്പോട്ട് പോയപ്പോൾ ഞാനും പറഞ്ഞു, നിങ്ങൾ ഈ 4 ഏക്കർ പ്ലോട്ട് കാലിയിട്ടേക്കാനാണോ പോകുന്നത്, അതെന്താ പരിപാടിയപ്പോൾ അവിടെ? അപ്പോൾ ഹി വാണ്ട്സ് ഹി ഹാസ് എ പ്രോജക്റ്റ് ഓഫ് ഹിസ് ഓൺ. ഞാനും ഇങ്ങനെ പറഞ്ഞു, ഇതിപ്പോൾ ഞങ്ങൾ പവർ ലൈൻ അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതിന് പെർമിറ്റ് കിട്ടണ്ടേ, ഇവിടെ ചെറിയ സാമന്താനം ഇതുണ്ടൊക്കെ. ഞാൻ പറഞ്ഞൊരു CM പറയുന്ന ഒരു ചെറിയൊരു ബ്ലോക്ക് അതിനകത്തോട്ട് വെച്ചേച്ച് ഈ ലൈൻ മേളിൽ കൂടെ അങ്ങ് പോകുന്നു, ഇതിൻ്റെ പെർമിഷനും കാര്യമൊക്കെ ഇല്ലെങ്കിൽ എത്ര വല്ലോ പിടിക്കാൻ പോകുന്നത് അതെന്ന് പറഞ്ഞാൽ യു ആർ പിച്ചിങ് ഹു ആർ യു മീറ്റിംഗ് at 3 PM എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആസ് എ ബിസിനസ് മാൻ ഹി
അണ്ടർസ്റ്റുഡ് ദ ഹിൻറ്റ്. അവിടെ ചെന്നു പിണറായി സാറ് അവിടെ ചെന്ന് അപ്പോൾ എല്ലാം സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി സാർ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തെന്നറിയോ, എനിക്ക് മോന് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം പറ്റുമെന്ന്. ഫോട്ടോ എടുത്തു. 25 30 തോന്നുന്നു. അന്ന് വൈകുന്നേരം തീരുമാനമാക്കി അവർ നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ഒപ്പിട്ട് ഒരു 5 കൊല്ലം പുറകോട്ട് കേസ് നടത്താനുണ്ടായിരുന്ന സാധനം അന്ന് തീർത്ത് അയാൾക്ക് മനസ്സിലായി, ക്ലൈമറ്റ് മനസ്സിലായി. വാട്ട് ബെറ്റർ ദാൻ ഗുഡ് വിൽ ഓഫ് ദ CM. അയാൾ അപ്പോൾ തന്നെ അത് അടക്കി ചെയ്തിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ഓൺലി ഹീ ക്യാൻ ഡു ദാറ്റ് ആൻഡ് ഈ സെൻസ് ദാറ്റ് അത് ചിരിക്കൊന്നുമില്ലല്ലോ, അതിൻ്റെ ഒരു ഗുണമുണ്ട്. പീപ്പിൾ വുഡ് ബൈൻഡ് ദെയർ സ്റ്റെപ്പ് വിത്ത് ഹിം. അതൊക്കെ സ്റ്റേറ്റിന് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ്. സോ മൈ സമ്മറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സ്പെഷ്യൽ പീപ്പിൾ, പ്ലസസ് മൈനസസ്, ഇവരെല്ലാം ഫേസസ് ഓഫ് പോപ്പുലാരിറ്റി ആൻഡ് ലോ പോപ്പുലാരിറ്റി, ഇതെല്ലാം ട്രയൽ ട്രിബുലേഷൻസ് ഇതിലൂടെ പോയി. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ ടു വാച്ച്.